പരീക്ഷയില്ലാതെ ഇന്ത്യൻ ആർമിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്, അതായത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ അപേക്ഷ ഇന്ത്യൻ ആർമി ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചത്. ഇതിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി പ്രത്യേകം പറയാം. 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. 1 ജാൻ 2025 അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അൺമേരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഓൾസോ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ മതി. ഏതൊക്കെ സ്ട്രീമാണ് ഞാൻ മുമ്പോട്ട് താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന സ്ട്രീമുകളിൽ ഒരുപാട് സ്ട്രീം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഏതെങ്കിലും സ്ട്രീം പറയുന്നത്. അപ്പോൾ ആ പറയാൻ പോകുന്ന സ്ട്രീമുകളിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ TGCയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 30ഓളം വേക്കൻസി നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ 13 മെയ് 2026 മുതലാണ് അപേക്ഷ തുടങ്ങിയത്. 11 ജൂൺ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് പരീക്ഷ ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, SSB ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവും. പിന്നെ മെറിറ്റ് ലിസ്റ്റിൽ വന്നവർക്ക് എല്ലാവർക്കും ജോയിനിങ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. SSB ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലായിരിക്കും നിങ്ങളുടെ പ്രീ കമ്മീഷൻ ട്രെയിനിങ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് 12 മാസമായിരിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ, 2027 ജാൻ ടു ഡിസംബർ വരെയാണ് നിങ്ങൾക്ക് ഇതുണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ട്രെയിനിങ് സമയത്ത് 56,400 രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞാൽ ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. പെർമനൻറ്റ് കമ്മീഷനാണ്, സ്ഥിര ജോലിയാണ്. നിങ്ങൾ 4 വർഷമോ 10 വർഷമോ ഒന്നും ചെയ്തിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. സ്ഥിര ജോലിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അൺമേരിഡ് ആയിട്ടുള്ള മെയിൽസിന് അപേക്ഷിക്കാം. പ്രായപരിധി നമ്മൾ പറഞ്ഞു. ഏകദേശം നിങ്ങൾക്ക് 1 ജാൻ 2000 അതുപോലെ തന്നെ 1 ജാൻ 2007 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പരീക്ഷയില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫിസിക്കലിൻ്റെ കാര്യം കൂടി ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 2.4 കിലോമീറ്റർ ഓട്ടം 10.5 മിനിറ്റിനുള്ളിൽ ഓടി തീർത്തണം. പുഷപ്സ് ഉണ്ട് 40 എണ്ണം എടുക്കണം. പുള്ളപ്പ് ഉണ്ട് 6 എണ്ണം എടുക്കണം. സിറ്റപ്സ് ഉണ്ട് 30 എണ്ണം എടുക്കണം. സ്ക്വാട്സ് ഉണ്ട് 2 സെറ്റിൻ്റെ 30 എണ്ണം റിപ്പീറ്റേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലഞ്ചസ് ഉണ്ട് 2 സെറ്റിൻ്റെ 10 റിപ്പീറ്റേഷനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വിമ്മിങ് ഫണ്ടമെൻറ്റൽസ് അറിഞ്ഞിരുന്നാൽ മതി. നീന്തലിൻ്റെ ഒരു ബേസിക് അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് നീന്താനുള്ള ഒരു ഇതുണ്ടായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് BE അല്ല BTech അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതിലൊക്കെയാണെന്ന് മുമ്പോട്ടേക്ക് പറയാം. അതുപോലെ തന്നെ ഫൈനൽ ഇയർ ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ക്യാൻ ഓൾസോ അപ്ലൈ, ഫൈനൽ ഇയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ ഏകദേശം 1 ജാൻ 2027 നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടണം. അതുപോലെ ബാക്ക്ലോഗ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സ്ട്രീമാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സിവിലാണ്. സിവിലിൻ്റെ കോർ സ്ട്രീം സിവിലാണ്. അതിൻ്റെ സബ് സ്ട്രീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഏതൊക്കെ സ്ട്രീം ഉണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 വേക്കൻസിയാണുള്ളത്. സിവിൽ ഏത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടോ. അപ്പോൾ ആർക്കിടെക്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട വന്നിട്ടുണ്ട്. അപ്പോൾ സിവിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. സോ അപ്പോൾ അധികമാണ് സ്ക്രോൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനെ നോക്കി മനസ്സിലാക്കാം. അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ താഴെയും കൊടുക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ സ്ട്രീമാണ്. അതിൻ്റെ സബ് സ്ട്രീമും പിന്നെ അതുമായി റിലേറ്റ് ആയിട്ടുള്ള സബ് സ്ട്രീംസുകളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ കോർ സ്ട്രീമുകളിൽ ഓരോന്നായിട്ട് ഇവിടെയും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇലക്ട്രിക്കലാണ് വരുന്നത്. ഇലക്ട്രിക് പോലെ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മെക്കാനിക്കൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഇവിടെ നമുക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ടെക്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടെക്നോളജി, അതുമായിട്ട് റിമോട്ട് സെൻസിങ്, ഇങ്ങനെയുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് സ്ട്രീം വേറെ ഉണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 30 ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ സെലക്ഷൻ പ്യൂർലി നമ്മുടെ SSB ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. SSB ഇൻ്റർവ്യൂക്ക് നമ്മൾ സെലക്ട് ആവുന്ന ഷോർട്ട് ലിസ്റ്റ് ആവുന്നവരെ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ആദ്യം തന്നെ നിങ്ങൾ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും എൻ്റർ ആവാനായിട്ട് പോകുന്നത്. സോ അവിടെ നിന്ന് ലഭിക്കുന്ന സാലറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ഓരോരോ പോസ്റ്റിലേക്ക് കയറുമ്പോൾ സാലറി ഇൻക്രീസ് ആവുന്നതായിട്ടും
അതുപോലെ തന്നെ വർഷം കഴിയുന്നതിനനുസരിച്ച് സാലറി നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് ഓഫീസർ മുതൽ ഓഫീസർ റാങ്കിൽ ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ, അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റനൻറ്റ് ഇതാണ്, അത് മുതൽ ബ്രിഗാഡിയർ പോസ്റ്റ് വരെ നിങ്ങൾക്ക് 15,500 രൂപ ഈ സാലറീൻ്റെ പുറമെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. സോ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യത്തെ പോസ്റ്റ് ലെഫ്റ്റനൻറ്റ് തന്നെ 1,77,500 രൂപ വരെ പരമാവധി സാലറി ലഭിക്കും. ബ്രിഗാഡിയർ ആകുന്ന സമയത്ത് ഇവിടെ 2,17,600 രൂപ ലഭിക്കും. അതിൻ്റെ പുറമെ മാക്സിമം ആണ് കേട്ടോ ഇത്, അതിൻ്റെ പുറമെ നിങ്ങൾക്ക് 15,000-ൽ കൂടുതൽ പ്ലസ് രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതും ലഭിക്കുന്നതായിരിക്കും. സാലറീൻ്റെ കാര്യത്തിൽ കൂടുതൽ നമുക്ക് അലവൻസ് ആണ് കൂടുതലായിട്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പാരാ റിസർവ് അലവൻസ് കാണാൻ സാധിക്കും. ഇതൊക്കെ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും. ഓരോ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന അലവൻസ് ആണ് കേട്ടോ. പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് വിവിധ ടൈപ്പിലുള്ള അലവൻസ്, ഡ്രസ്സ് അലവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20,000 രൂപ യൂണിഫോമിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് 2,250 രൂപ പറയുന്നുണ്ട്. അതുപോലെ ഹോസ്റ്റൽ സബ്സിഡി 6,750 രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ്, ആർമി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്നും പറയുന്ന പോലെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് ജൂൺ 11 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. താഴെ ഹിന്ദി നോട്ടിഫിക്കേഷൻ നൽകിയതാണ്, മുകളിൽ നമുക്ക് ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ അപേക്ഷ തുടങ്ങിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13 മെയ് ആണ്. ഏകദേശം നിങ്ങൾക്ക് 11 ജൂൺ 2026 വരെ അപേക്ഷിക്കാം. ആ ഒരു ഡേറ്റിന് മുൻപാകെ നിങ്ങൾ